ദിവസം കാലം ഷൂട്ടിന് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ പോയി ഗൾഫിൽ വളർന്നു ബാബുക്കും കല്ലുമായിട്ടെങ്കിലും പോയതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കണം മറ്റേ എന്താണ് ആശുപത്രി കൂടെയൊക്കെ ഇന്ന ധൈര്യം പറഞ്ഞത് ആ മുറിവും എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ അവിടെ ചട്ടത്തിന് കല്ലുകൾ പിടിച്ചിരുന്നു അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടുതൽ ഇതുപോലെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളത് ഷൂട്ട് ചെയ്ത് നിൽക്കാനാണ്. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാബുക്കിയെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾ അങ്ങനെ കല്ല് പോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല. അതിന് കാരണം എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സിനിമയിൽ ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്ത് വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു. അതും ഈ പറയുന്ന സമയത്ത് തന്നെ തുടങ്ങാനും പല സമയത്ത് തീരുമാനിച്ചിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാവരോടും നന്ദി പറയാനും കൂടെ നിഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചോദ്യം മുഴുവൻ കേട്ടില്ല. അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്ത് പറഞ്ഞാണ്. നമ്മളൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ ഡോക്യുമെന്ററി ചെയ്യുന്ന ആൾക്കാർ ഒരു സംവിധായകർക്ക് സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത് സിനിമാറ്റിക് ലിബർട്ടിയാണ് സിനിമ. എന്നാൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തൽ കാണാൻ പറ്റും. അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട്. നീതിപൂർവമായ സമീപനമുണ്ട്. അത് മുത്തങ്ങ സമരമായിക്കോട്ടെ, ചന്ദ്ര സമരമായിക്കോട്ടെ, അങ്ങനെ ഉള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അതിലെ കണ്ടന്റുകൾ നീതിപൂർവമായി തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇന്നൊരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് എന്നുള്ളത് സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തൽ സമയത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോ വൈനം